പണ്ട് കാലത്തൊക്കെ 60 വയസ്സുള്ള അല്ല 65 വയസ്സുള്ള ആളുകൾക്കാണ് മുട്ട് തേയ്മാനം വന്നുകൊണ്ടിരുന്നത്. മുട്ടിന് വേദനയാണ്, പടി കയറുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ മുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഇതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം എന്നൊക്കെയാണ് വിളിക്കുന്നത്. പണ്ട് 60 വയസ്സിൽ 65 വയസ്സിലാണ് ഇതുണ്ടായിക്കൊണ്ടിരുന്നത്. മുട്ടിന് വേദനയാണ്, 55 വയസ്സാകുമ്പോൾ താഴത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും 30-35 വയസ്സുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഒ പിയിൽ വന്ന് പറയും, ഡോക്ടറെ എനിക്ക് താഴത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, മുട്ടിന് വേദനയാണ്, പടി കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ ഗ്രേഡ് 3, അതായത് 3ാം സ്റ്റേജ് എത്തി. ഗ്രേഡ് 0 ആണ് നോർമൽ, ഗ്രേഡ് 4 ആണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേഡ് 4 അതിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റേജ് ഗ്രേഡ് 3, ചിലർക്ക് ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ടും നമ്മുടെയൊക്കെ വരാറുണ്ട്, സ്റ്റേജ് 4 ആയിട്ട്. അതായത് സിവിയർ തേയ്മാനം. അത് എത്ര വയസ്സുള്ളവർക്ക്? 35-40 വയസ്സുള്ളവർക്ക്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സന്ധി എന്താണെന്ന് അറിയണം. നമുക്കറിയാം സന്ധിയിൽ 2 എല്ലുകൾ കൂടി ചേരുന്നതിനെയാണ് സന്ധി എന്ന് വിളിക്കുന്നത്. സന്ധികൾക്കൊരു ആവരണമുണ്ട്. ആ ആവരണത്തെയാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്ന് വിളിക്കുന്നത്. ഈ തരുണാസ്ഥി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ പോലെ വർക്ക് ചെയ്യും. നമ്മൾ ഇങ്ങനെ എല്ലാം നമ്മൾ കൂട്ടിമുട്ടിയാൽ വേദനിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ കൂട്ടിമുട്ടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് ഈ കാർട്ടിലേജ്. അത് നമ്മുടെ കുഷൻ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മുട്ടിൽ ചാടിക്കഴിഞ്ഞാലൊന്നും വലിയ വേദന വരാത്തത്. ഈ തരുണാസ്ഥിക്ക് 2 എല്ലുകളുണ്ട്. അതിന് ആവരണം ചെയ്ത തരുണാസ്ഥി ഉണ്ട്. അവിടെ ചെറിയൊരു സൈനോവിയൽ ഫ്ലൂയിഡും ഉണ്ട്. ഈ സൈനോവിയൽ ഫ്ലൂയിഡും കുറച്ചൊരു വഴക്കം നൽകും നമ്മുടെ സന്ധികൾക്ക്. പലപ്പോഴും തരുണാസ്ഥിക്ക് അല്ലെങ്കിൽ കാർട്ടിലേജിനുണ്ടാകുന്ന ഡാമേജ് കാരണമാണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന തേയ്മാനം കാരണമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. കാർട്ടിലേജിന് ഒരിക്കലും നെർവ് എൻഡിങ്സ് ഇല്ല, അതിന് പെയിൻ പെർസീവ് ചെയ്യില്ല. ഷോക്ക് അബ്സോർബ് ചെയ്യുമെങ്കിൽ അത് ഷോക്ക് അബ്സോർബ് ചെയ്ത് സമാധാനമായിട്ടിരിക്കത്തേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും അറിയത്തില്ല. പക്ഷേ കാർട്ടിലേജ് ഡാമേജ് വന്നു കഴിയുമ്പോൾ ആണ് നമുക്കിത് സംഭവിക്കുന്ന സന്ധികളുടെ വേദന ഉണ്ടാകുന്നത്. കാരണം എന്താ? ഷോക്ക് അബ്സോർബർ അവിടെ ഇല്ല. അപ്പോൾ എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടും. അതോടൊപ്പം തന്നെ ഈ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ ക്വാളിറ്റിയും കുറയും. അങ്ങനെയാണ് ഈ മുട്ടിന് തേയ്മാനം സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, എന്തുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ 60 വയസ്സുള്ളവർക്ക് വന്നുകൊണ്ടിരുന്ന ഈ അസുഖം എന്തുകൊണ്ടാണ് ഈ 35 വയസ്സുകാർക്കും 40 വയസ്സുകാർക്കൊക്കെ ഉണ്ടാകുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം പലതുണ്ട്. ഒന്ന്, പണ്ട് കാലത്ത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1980കളിലും 90കളിലും നമ്മൾ ഒരു സ്ഥലത്ത് പോകണം, ഒരു 3 കിലോമീറ്റർ ദൂരം പോകണമെങ്കിൽ നമ്മളെല്ലാം നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. നടക്കുമായിരുന്നു, നമ്മൾ നല്ല രീതിയിൽ നടക്കും. പണ്ട് കാലത്ത് അതിനും കുറച്ച് 20 വർഷം മുമ്പ് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഭക്ഷണക്ഷാമം ഉണ്ടായിരുന്നു. എൻ്റെ പണ്ടുള്ള അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് നമുക്കറിയാം. 1950കളിലും 60കളിലും ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഹരിത വിപ്ലവം വന്നു. അതിനുശേഷം ഇപ്പോൾ ഫുഡ് എക്സസ് ആണ്. എല്ലാവർക്കും ഇപ്പോൾ ഫുഡ് കിട്ടുക എന്നുള്ളതൊരു പ്രശ്നമല്ല. നമ്മൾ 3 നേരവും 4 നേരവും 5 നേരവും ഫുഡ് കഴിച്ചു തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഫുഡ് എക്സസ്സായി, നമ്മുടെ കലോറി എക്സസ്സായി, നമ്മുടെ എക്സസൈസ് താഴത്തോട്ട് പോയി. നമുക്ക് ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ അപ്പുറത്ത് ചെറിയ ഒരു സ്റ്റേഷനറി കടയിൽ പോയി ഒരു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ അപ്പം തന്നെ ബൈക്ക് എടുത്ത് പോകും, അല്ലെങ്കിൽ കാർ എടുത്ത് പോകും. അമ്പലത്തിൽ പോകണമെങ്കിൽ അപ്പം തന്നെ കാർ എടുത്ത് പോകും, നടന്നു പോകത്തില്ല. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ എക്സസൈസ് കുറഞ്ഞു, നമ്മുടെ ഫുഡ് കൂടി. അപ്പോൾ നമ്മുടെ ജീൻസ് ഇപ്പോഴും പട്ടിണി കിടക്കാൻ എന്ന തരത്തിൽ ശീലിച്ച ജീനുകളാണ് നമ്മുടെ മനുഷ്യൻ്റെ ത്രിഫ്റ്റി ജീൻ ഹൈപ്പോസിസ് എന്നൊക്കെ പറയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം പഴയ രീതിയിൽ പട്ടിണി കിടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് ഫുഡ് വെച്ച് മാനേജ് ചെയ്യേണ്ട ശരീരമാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡ് കൂട്ടി, അതേസമയം എക്സസൈസ് കുറഞ്ഞു. അപ്പോൾ കലോറി കൂടിയപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഫാറ്റ് എക്സസ് ആയിട്ട് വന്നു തുടങ്ങി. എവിടെ വന്നു തുടങ്ങി? നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടി തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിൽ പറഞ്ഞു വന്നത്, ഒന്ന്, നമുക്ക് വെയിറ്റ് കൂടി, ആവറേജ് വെയിറ്റ് കൂടി. 2, നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു. 3, ആളുകൾക്കുള്ള ഇഞ്ചുറി കൂടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ഗെയിംസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വാഹനാപകടങ്ങളിൽ പെടുമ്പോൾ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ ഇഞ്ചുറി കൂടും. ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറ്റും? എവിടെയെങ്കിലും എല്ലൊടിഞ്ഞു, അല്ലെങ്കിൽ മുട്ടുകുത്തി വീണു, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്ന് മുട്ടിന് ഇഞ്ചുറി വന്നു കഴിയുമ്പോൾ കാർട്ടിലേജ് ഡാമേജ് വരും. പിന്നെ കേരളത്തിൽ കണ്ടുവരുന്ന വേറൊരു പ്രതിഭാസം എന്ന് പറയുന്നത് ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോമാണ്. അതായത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജോയിൻസിന് വഴക്ക കൂടുതൽ. സാധാരണ ഒരു ജോയിൻറ്റ് ഇത്രേ പോകാമെങ്കിൽ ഈ ആളുകളിൽ ഇതൊരു 25 ഡിഗ്രി പുറകിലോട്ട് പോകും. മുട്ട നേരെ നിൽക്കേണ്ട മുട്ട പുറകിലോട്ട് വളഞ്ഞ് നിൽക്കും. ഈ 180 നിൽക്കേണ്ടത് പുറകിലോട്ട് 10 ഡിഗ്രിയോ കുറച്ചൊന്ന് പുറകോട്ട് വളഞ്ഞ് നിൽക്കുക. അതെന്തുകൊണ്ടാവുന്നതാണ്? ഇവിടുത്തെ മസിലിന് ബലക്കുറവുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്വാഡ്രിസെപ്സ് മസിലിന് കുറഞ്ഞതുകൊണ്ട് മുട്ട് പുറകോട്ട് വളഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? മുട്ടിന് തരുണാസ്ഥിക്ക് അവിടെ ഡാമേജ് വരും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ്, അതായത് വെയിറ്റ് കൂടുന്നു, എക്സസൈസ് കുറയുന്നു, മസിലിന് ബലം കുറയുന്നു, അതോടൊപ്പം തന്നെ ഹൈപ്പർ മൊബിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കാരണം ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്ന
ആളുകളുടെ പ്രായമെന്ന് പറയുന്നത് നേരത്തെക്കാളും വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ വന്നു തുടങ്ങി. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഈസി ആയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്.